പിന്നെ ഞാൻ ഇപ്പോഴും അതെ പീഡിയാട്രിക് വാർഡിൻ്റെ സൈഡിൽ കൂടിയെല്ലാം നടന്നു പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർത്തു പോകുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താനായിട്ട് പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് MEM ഹോസ്പിറ്റലാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖം എന്ന് പറയുന്നത് സിസ്റ്റർ ഡോക്ടർ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് സിസ്റ്ററെ കാണാൻ വേണ്ടി വരുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയും ഭയവും കാണും. അപ്പോൾ എനിക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. ആ പേടിയോടുകൂടി തന്നെയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുന്നത്. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ പേടിയെല്ലാം പോകും. കാരണം ഹോസ്പിറ്റൽ ആ ഒരു ഫീലിനേക്കാളും കളിക്കാനുള്ള ഒരു പ്ലേയിങ് ഏരിയ പോലെയാണ് സിസ്റ്ററിന്റെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ടോയ്സും അതുപോലെ തന്നെ ഡോൾസും ഒക്കെ ആയിട്ട് സിസ്റ്ററിന്റെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ആ പേടി എന്നുള്ളതിൽ നിന്ന് നമ്മൾ മാറും. പിന്നെ അതിലുപരി സിസ്റ്റർ നമ്മളെ ചികിത്സിക്കുമ്പോഴത്തേക്കും കംഫർട്ടാക്കിയാണ് നമ്മളോട് സംസാരിക്കുന്നതും നമ്മളെ നന്നായിട്ട് കളിപ്പിച്ച് ശരിക്കും നമുക്കൊരു ഡോക്ടർ എന്നൊരു ഫീല് കിട്ടാതെ തന്നെ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് സിസ്റ്റർ നമ്മളെ നോക്കുന്നത്. എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സിസ്റ്ററിന്റെ നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്തായിരുന്നു സംഭവം, ഇതെന്നാന്ന് ഒന്നും അറിയത്തില്ല. പിന്നീട് ഞാൻ ചോയ്സ് കടയിൽ പോകുമ്പോഴത്തേക്കും ഈ സാധനം അത് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിക്കുകയും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയും വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുടെ കൂടെയും അവരെ നെഞ്ചിൽ വെച്ച് ഇത് പരിശോധിക്കുന്ന പോലെ കളിക്കുകയൊക്കെ ചെയ്യുന്നു. അത് ഭയങ്കര എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു സ്റ്റെതസ്കോപ്പിനോട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നെ ചെറുപ്പം തൊട്ട് ചികിത്സിച്ച് അതേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇപ്പോഴും അതെ പീഡിയാട്രിക് വാർഡിൻ്റെ സൈഡിൽ കൂടിയെല്ലാം നടന്നു പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർത്തു പോകുന്നത്. കാരണം ഇതേ അവസ്ഥയിൽ ആ കുട്ടികളെ അതേ രീതിയിൽ ഞാൻ ഇതുപോലെ വന്ന് നിന്നതാണല്ലോ എന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയത്.